കിച്ചൻസ്. ഞാനിന്നിവിടെ ഒരു വെറൈറ്റി ക്യാരറ്റ് പോളയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. 5 മുട്ട, 1 കപ്പ് പഞ്ചസാര, അതിൽ 2 ഏലക്ക കൂടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം, അതിനാണ് ഞാൻ ഒന്നിച്ചെടുത്തിട്ടുള്ളത്. 2-3 സ്പൂണാണ് ഇവിടെ എടുത്തുള്ള പാൽപ്പൊടിയാണിത്. ആവശ്യത്തിന് ഗീ. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്നത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ക്യാരറ്റിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മുഴുവൻ ക്യാരറ്റും ഇവിടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ അതിനു വേണ്ടി ഈ പഞ്ചസാരയും ഏലക്കയും ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് RKG ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ക്യാരറ്റ് പകുതി എടുത്ത് അതിലേക്ക് ഇടുക. പകുതി ക്യാരറ്റാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പകുതി ക്യാരറ്റ് എടുത്തിട്ട് നല്ലതുപോലെ ഈ പച്ചപ്പ് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പഞ്ചസാരയും ഏലക്ക കൂടി പൊടിച്ചത് പകുതി ഇതിലേക്ക് ചേർക്കുക. നല്ല ഇതുപോലെ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാരറ്റ് ഇത് പഞ്ചസാരകളായി നല്ല സീറ് പോലെ ഇതുപോലെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടി നല്ലതുപോലെ യോജിപ്പിക്കുക. ഫ്ലെയിം ഓഫാക്കി ഇതിനെ നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതിനെ ഒന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ഉടച്ച് പാരുക. 5 മുട്ട ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി, നേരത്തെ എടുത്ത് ബാക്കിയുള്ള പഞ്ചസാര പൊടി, രണ്ട് സ്പൂണ് പാൽപ്പൊടിയാണിത്, അതും കൂടി ചേർത്ത് നല്ലതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി ജോയിൻ്റ് ചെയ്യണം. നല്ലതുപോലെ ഞാൻ വെയിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ പാകമാക്കി വെക്കാണ്ടിരുന്ന ക്യാരറ്റിൽ നിന്ന് കുറച്ച് 1 പിടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ഈ മുട്ടയിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്യുക. പിന്നീട് നേരത്തെ നമ്മൾ പഞ്ചസാരയൊക്കെ ആയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ച് എടുക്കുക. ഇതുപോലെ നന്നായി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റൊക്കെ മുഴുവനായിട്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാരാം. ഞാൻ ഇതിനായി ഇവിടെ ഒരു പോളച്ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് RKG ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കത്തക്ക വിധം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചുഴറ്റി കൊടുക്കുക. അതിലോട്ടേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് എല്ലാ ഭാഗവും പരത്തി കൊടുത്ത് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ
ക്യാരറ്റിനെ ഒന്ന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വിതറി കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയുമായിരിക്കും. പീസൊക്കെ ആക്കി മുറിക്കുന്ന സമയത്ത് നല്ലൊരു ഇത് കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ലെങ്കിൽ മറ്റേ നേരത്തെ എല്ലാ കൂട്ടിലിട്ടിട്ട് റെഡിയാക്കാവുന്നതാണ്. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എന്നിവ വെച്ച് ഒന്ന് നല്ല ഡെക്കറേറ്റ് ചെയ്യുന്ന. ഇനി ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂർ കുക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കാം. നമ്മുടെ ഈ വെറൈറ്റി ക്യാരറ്റ് പോള ഒന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ക്യാരറ്റ് പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് ഇതാ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വിഭവമായി എത്തുമ്പോഴേക്കും ബൈ ബൈ.